ചെക്സ് ആൻഡ് ബാലൻസസ്. ഇതിൻ്റെ ഭാഗമാണ് സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് വരും. സോ ദ തിയറി ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഫങ്ഷൻ ത്രൂ എ വർക്കിംഗ് പ്രിൻസിപ്പിൾ വിച്ച് ഈസ് നോൺ ആസ് ചെക്സ് ആൻഡ് ബാലൻസ്. ഇപ്പം തിയറി സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ്. ഇനി ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ പവർ മസ്റ്റ് ബി ചെക്ക്ഡ് വിത്ത് പവർ. അധികാരത്തെ അധികാരം കൊണ്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതായത് ദ നോഷൻ ഓഫ് ലോഡ് ആക്ഷൻ ഈസ് ആപ്ലിക്കബിൾ ദാറ്റ്. ഇവിടെ എന്താണ്? ലോഡ് ആക്ടൻ്റെ കാഴ്ചപ്പാട് പറയുന്നുണ്ട്. ദ പവർ കറക്റ്റ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറക്റ്റ്സ് അബ്സല്യൂട്ട്ലി. കേട്ടിട്ടുള്ളൊരു ഫേമസ് കൊട്ടേഷനാണ്. അധികാരം എന്ത് ചെയ്യുന്നു? അഴിമതിയിലേക്ക് പോകുന്നു. അതിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള അധികാരം ഉണ്ടെങ്കിൽ അവിടെ എന്താ? അബ്സല്യൂട്ടായിട്ട് തന്നെ എന്ത് സംഭവിക്കും? അഴിമതി സംഭവിക്കും. അതായത് ഈച്ച് ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ് ഇൻ USA എക്സസൈസസ് എഫക്റ്റീവ് ചെക്സ് അപ്പോൺ ദി അതർ ബ്രാഞ്ചസ്. അമേരിക്കൻ പാർലമെൻറ്റിലെ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് സംവിധാനത്തിലെ ഓരോ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നു? അവരുടെ അധികാരം മറ്റ് ഒരു ഓർഗൻ കൊണ്ട് എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. ആൻഡ് ദ മെയിൻറ്റെയിൻ എ ബാലൻസ്. ഒരു സന്തുലിതാവസ്ഥ അവരതുവഴി എന്ത് ചെയ്യുന്നു? പുലർത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രിൻസിപ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയും. The executive of USA is the president elected independently by an electoral college for a fixed term of 4 years. അമേരിക്കൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. പ്രസിഡന്റിനെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രമായി സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യുന്നു? അമേരിക്കൻ പ്രസിഡന്റിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുക്കുന്ന സമിതിക്ക് വിളിക്കുന്ന പേരാണ് ഇലക്ട്രൽ കോളേജ്. ഒരു ഫിക്സഡ് ടൈം പറയുന്നുണ്ട്. 4 വർഷമാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി. ഇവിടെ ദ പ്രസിഡന്റ് ഈസ് ചെക്ക്ഡ് ബൈ കോൺഗ്രസ് ത്രൂ ദ ഡിവൈസ് ഓഫ് സെനറ്റോറൽ കേർട്ടസി ആൻഡ് ഇംപീച്ച്മെന്റ്. നമ്മൾ സെനറ്റോറൽ കേർട്ടസി പറഞ്ഞതാണ്. സെനറ്റിൻ്റെ അധികാരമാണ് എന്താ? സെൻട്രൽ കേർട്ടസി. അപ്പോൾ ആ സെൻട്രൽ കേർട്ടസി ഉപയോഗിച്ചുകൊണ്ടും ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യാം? കോൺഗ്രസിന് ആരെ ചെക്ക് ചെയ്യാം? അമേരിക്കൻ പ്രസിഡന്റിനെ ചെക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ എനി അപ്പോയിൻമെൻറ്റ്, ട്രീറ്റി ഓർ ഓർഡർ മെയ്ഡ് ബൈ ദ പ്രസിഡന്റ് ആർ സബ്ജക്റ്റ് ടു ദ അപ്രൂവൽ ഓഫ് ദി സെനറ്റ്. ഇപ്പോൾ ഏതൊരു അപ്പോയിൻമെൻ്റ് ആയാലും ഒരു ട്രീറ്റി ആയാലും ഒരു ഓർഡർ ആയാലും അത് ആരുടെ അനുമതി വേണം? സെനറ്റിൻ്റെ അനുമതി കൂടി മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? പ്രസിഡന്റിന് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇനി therefore the president of USA always maintain a loyalty to the Senate. അതുകൊണ്ട് സെനറ്റിനോട് എപ്പോഴും ഒരു വിധേയത്വം ആർക്കുണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട്. ഈ പവറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? സെനറ്റോറിയൽ കേർട്ടസി എന്ന് പറയുന്നത്. സോ ദ പ്രസിഡന്റ് ഓഫ് USA ക്യാൻ ബി ഇംപീച്ച്ഡ് ബൈ ദ കോൺഗ്രസ്. അമേരിക്കൻ പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? കോൺഗ്രസിനാണുള്ളത്. ഇനി ദ പ്രസിഡന്റ് കൺട്രോൾ ദ കോൺഗ്രസ് ത്രൂ വീറ്റോ പവർ. പ്രസിഡന്റ് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഇപ്പോൾ സെനറ്റോറിയൽ കേർട്ടസി ഉപയോഗിച്ച് കോൺഗ്രസിന് പ്രസിഡന്റിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ഇനി പ്രസിഡന്റിൻ്റെ അധികാരമാണ് ഏതാ? വീറ്റോ പവർ. ആ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനെ ആർക്ക് നിയന്ത്രിക്കാം? പ്രസിഡന്റ് നിയന്ത്രിക്കാം. അത് എനി ബിൽ പാസ്ഡ് ബൈ ദ കോൺഗ്രസ് മസ്റ്റ് ബി സബ്മിറ്റഡ് ബിഫോർ ദ പ്രസിഡന്റ് ഫോർ ഹിസ് അപ്രൂവൽ. ഒരു ബില്ല്, ഏതൊരു ബില്ല് അവതരിപ്പിച്ചാലും ആ ബില്ല് എന്ത് ചെയ്യണം? പ്രസിഡന്റിൻ്റെ ആ അപ്രൂവലിന് വേണ്ടി എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ദ പ്രസിഡന്റ് മേ വീറ്റോ എനി ബിൽ. വീറ്റോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നെഗറ്റീവ് വോട്ടാണ് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന. നെഗറ്റീവ് വോട്ടാണ് എന്താ? വീറ്റോ പവർ എന്ന് പറയുന്നത് വിവേചനാധികാരമാണ്. സോ ദ ജഡ്ജ് ഓഫ് ദ USA ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ്. ഇനി അമേരിക്കയിലെ ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ അവിടെയും പ്രസിഡന്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹി ഷുഡ് നീഡ് ദ അപ്രൂവൽ ഓഫ് ദി സെനറ്റ്. സെനറ്റിൻ്റെ അനുമതി വേണം. ഇനി ദ സാലറീസ് ഓഫ് ജഡ്ജസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ കോൺഗ്രസ്. കോൺഗ്രസ് ആണ് എന്ത് ചെയ്യുന്നത്? ജഡ്ജിമാരുടെ സാലറി തീരുമാനിക്കുന്നത്. സോ ദ ജുഡീഷ്യറി കൺട്രോൾ ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ത്രൂ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഇനി ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും എന്ത് ചെയ്യാം? നിയന്ത്രിക്കാം. എങ്ങനെ? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട്. അപ്പം പരസ്പരം 3 പേരും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? കൺട്രോളാണ്. സോ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എനേബിൾ ദ ജുഡീഷ്യറി ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റീസ് ഓഫ് ലാസ് പാസ്ഡ് ബൈ ദ കോൺഗ്രസ് ആൻഡ് ഓർഡേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ്. ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജുഡീഷ്യറിക്ക് എന്താണ്? ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന നിയമങ്ങളുടെ ഭരണഘടനാ സാധ്യതകൾ എന്ത് ചെയ്യാം?
പരിശോധിക്കാം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ ഭരണഘടനാ സാധ്യതയും എന്ത് ചെയ്യാം, പരിശോധിക്കാൻ കഴിയുന്നു. ആൻഡ് ഡിക്ലെയർ എനി ലോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഇഫ് ഇറ്റ് ഈസ് കോൺട്രറി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ എല്ലാ നിയമങ്ങളും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എന്താണ്, ഈ നിയമങ്ങൾ ഭരണഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായാൽ അവയെ എന്തായി പ്രഖ്യാപിക്കാം, ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കുണ്ട്, ജുഡീഷ്യറിക്കുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു കോൺഗ്രസ് പ്രസിഡന്റിനെ കൺട്രോൾ ചെയ്യുന്നു, പ്രസിഡന്റ് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്, അത് ആരുടെ അനുമതിയോടുകൂടി, സെനറ്റിൻ്റെ അനുമതിയോടുകൂടി. ഇനി ഈ ജുഡീഷ്യറിക്ക് എന്തുണ്ട്, പവർ ഉണ്ട്, ജുഡീഷ്യറി. അപ്പോൾ ഇത് മൂന്നും എന്താ, ഇന്റർ റിലേറ്റഡ് ആണ്. സോ therefore we can say that each branch of government exercise effective check upon other branches of government. ഓരോ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്റും വളരെ കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യുന്നു, മറ്റൊരു ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്റിനെ ചെക്ക് ചെയ്യുന്നു. ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്. അതുവഴി എന്ത് ചെയ്യാൻ കഴിയുന്നു, ഈ മൂന്ന് ബ്രാഞ്ചസ് ഓഫ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഹാർമോണിയസ് ആയ റിലേഷൻഷിപ്പ് അവർക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഇതിനെ നമ്മൾ എന്ത് പറയുക, ചെക്സ് ആൻഡ് ബാലൻസ്. ദ പവർ മസ്റ്റ് ബി ചെക്ക് വിത്ത് പവർ. അതായത് ഒരു ബ്രാഞ്ചിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ബ്രാഞ്ചിനെ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. ഇതിനെ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നു. ദാറ്റ്സ് ഓൾ.